നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് CPM-ഉം കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ സത്യം എന്താണ്? ഈ പാർട്ടി ആഗ്രഹിക്കുന്ന, പ്രവർത്തിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് സത്യം. കൂടെ ഉണ്ടാവും ഞങ്ങൾ. അത് ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന, BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ഒരു മുസ്ലിം ഔട്ട്റീച്ച് ആരംഭിക്കുകയാണ് BJP. ലക്ഷ്യം വോട്ടല്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തറപ്പിച്ച് പറയുന്നു. ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലും BJP നേതാക്കൾ എത്തുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമിൻ്റെ നേതൃത്വത്തിലാവും മുസ്ലിം ഔട്ട്റീച്ച്. മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിനിധികളില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം മന്ത്രിമാരുടെ പേരുകൾ നോക്കിയാൽ അത് നാമമാത്രമാണ്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം ഇനിയും മാറി നിൽക്കണോ എന്ന ചോദ്യം ഉയരുകയാണ്. BJPക്ക് കൈകൊടുക്കാൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഭൂരിപക്ഷം തയ്യാറാകുമോ? മുസ്ലിം വിഭാഗത്തിൻ്റെ പൊതു രാഷ്ട്രീയ നിലപാട് പുനഃക്രമീകരിക്കേണ്ട സമയമടുത്തോ? BJPയുടെ മുസ്ലിം ഔട്ട്റീച്ച് ഫലം കാണുമോ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, ശ്രീ മഹി എന്നോടൊപ്പം ചേരുന്നുണ്ട്. മഹി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് വിജയം കാണും എന്ന പ്രതീക്ഷ വെക്കാറായോ? അതല്ല കാര്യം. ഈ BJP ആയാലും മുസ്ലിങ്ങളായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകാരെയും കുഴിച്ചു മൂടണം. അതിനുവേണ്ടി ഇവരെല്ലാം ഒന്നും ചേരും. അത്രയേ ഉള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരം ഒരു നീക്കം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വോട്ടാണോ ലക്ഷ്യമെന്ന ചോദ്യം പ്രധാനമായി ഉയരുകയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് മറ്റു പാർട്ടികൾ കുത്തിവെച്ച വിഷം മാറ്റാനാണ് എന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ്. അപ്പോൾ ഷിനോയ് എന്നോടൊപ്പം ചേരുന്നത് വർക്കലയിൽ നിന്നാണ്. ഷിനോയ്, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പിന്നാലെയാണ് മുസ്ലിം ഔട്ട്റീച്ച് വരുന്നത്. ഇത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് വഴിവെക്കുമെന്നാണ് ഷിനോയ് കരുതുന്നത്? ഷിനോയ്, കേൾക്കാമോ? ഹലോ, കേൾക്കാം. BJPയുടെ കാഴ്ചപ്പാടിലാണ് പറയേണ്ടത്. ഒരിക്കലും അതൊരു മാറ്റമായിട്ട് വരില്ല. ഇല്ല, ഒരിക്കലും വരത്തില്ല. സംശയത്തോടു കൂടി തന്നെ BJPയെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാണുകയുള്ളൂ എന്നാണ് താങ്കൾ? ഉറപ്പാണ്. അതിന്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും പോളിംഗ് നല്ല ശതമാനത്തിൽ കൂടി. അപ്പൊ അവിടെ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ കൂടുതൽ സംസ്ഥാനങ്ങൾ NDA ഭരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നാമമാത്രമായിട്ട് മാത്രമേ പ്രതിനിധികളുള്ളൂ. ഇപ്പൊ ഞാൻ ബീഹാറിൽ തന്നെ കണക്കെടുത്ത് നോക്കി, അവിടെ കഴിഞ്ഞ തവണ BJP മുസ്ലിം MLA-മാരില്ല. JDU നിർത്തിയ മുസ്ലിം MLA-മാർ സ്ഥാനാർത്ഥികൾ തോറ്റു, ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ നിലയ്ക്കൊന്നും അപ്പൊ ഒരു വലിയ സമൂഹം പ്രാതിനിധ്യമില്ലാതെ മാറുകയാണ്. സാറേ, അതിനൊരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയിലുള്ള ഒരു വളർച്ച ഇവർക്കില്ല BJPക്ക്. ക്രിസ്ത്യൻ ഞാൻ ചോദിക്കുന്നത്, രാജ്യമാകമാനമുള്ള ഒരു തീരുമാനത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? ഒരിക്കലും ഒരു പാർട്ടിയും തുടർ ഭരണം വരാൻ പാടില്ല. ഒരു പാർട്ടി. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, കൃത്യം. അപ്പൊ സൂപ്പി എന്നോടൊപ്പം ചേരുന്നു, വെള്ളമുണ്ടായിരുന്നു. ശ്രീ സൂപ്പി, അപ്പോൾ നമ്മൾ BJP കേന്ദ്രമന്ത്രിസഭ എടുത്തു നോക്കിയാൽ മുസ്ലിം പ്രതിനിധികളില്ല. നേരത്തെ നമുക്ക് സിക്കന്ദർ ബക്ത് ഉണ്ടായിരുന്നു, മുക്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു, ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ കുറയുകയാണ്. ഉത്തർപ്രദേശിൽ ഒരു മന്ത്രിയുണ്ട്, ദാനിഷ് ആസാദ് അൻസാരി. ഇത് വലിയ വിഭാഗം
മാറിപ്പോകേണ്ട ഒരു സാഹചര്യം വരികയാണ് NDA അധികാരത്തിലും. അപ്പോൾ അതിൽ ഒരു മാറ്റമില്ലാതെ എങ്ങനെ ഇവർക്ക് ഇനി പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ശ്രീ സൂപ്പി കരുതുന്നത്? നമസ്കാരം സർ. നമസ്കാരം. അത് സുഖമാണല്ലോ? പിന്നെ സുഖമായി പോകും. ആദ്യം തിരക്കിന്റെ ഇടയിൽ ചോദിക്കാൻ പാടില്ല. അത് സാരമൊന്നുമില്ല. നമ്മള് ചിലപ്പോ ഞങ്ങൾക്ക് ന്യൂസ് ഇതുണ്ടല്ലോ, അവിടെ ഒന്ന് കാണാൻ ആഗ്രഹം. ഞാനത് പിന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ ഒരു ദിവസം സമ്മേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു. ഞങ്ങളൊരു തീയതി നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഉള്ളൊരു ലൈവ് ന്യൂസ് 18 പൊതുവേദി ഒരു ദിവസം നമുക്ക് സംഘടിപ്പിക്കണം. ഞാൻ അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ മഴയും ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നോക്കാം, അതിനിടയ്ക്ക് നമുക്കൊന്ന് സംഘടിപ്പിക്കാം. ഞാനൊരു ഭിന്നശേഷിക്കാരനും കൂടി, അതുകൊണ്ട് എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവുള്ള, അതുകൊണ്ടാണ് നേരിട്ട് കണ്ടിട്ട് വേണം. ഓക്കെ. അപ്പോൾ അത് നമുക്ക് അതൊക്കെ നിങ്ങളൊക്കെ വരുന്നത് സന്തോഷം തന്നെ. പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പോൾ എല്ലാവരും വരുന്നത് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ അതിനൊരു സാഹചര്യമൊക്കെ ഒരുക്കണം. പിന്നെ നമുക്കതൊരു ലൈവ് പൊതുവേദി പോലെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തിട്ട് ഒരു തീയതി വെക്കാം. അപ്പൊ പല പ്രശ്നങ്ങൾ മറ്റുള്ള ചാനലൊക്കെ ഇങ്ങനെ സന്ദർശകരെ സ്വീകരിക്കുന്നത്, മറ്റുള്ള ചാനലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ദിവസവും ഇവിടെ വരാൻ കേട്ടോ, സ്വാഗതമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ പൊതുവേദി പ്രേക്ഷകരും ഒരുമിച്ച് വരുമ്പോ അത് കുറെ കൂടി ഒരു സന്തോഷത്തിന്റെ ഒരു സമയവും. ഓക്കെ, അതൊന്ന് അറിയിക്കുക. നമുക്ക് ഞാൻ വിളിക്കാം. പിന്നെ എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ ഭരണഘടന മാത്രമല്ല, മറ്റ് മതങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ, BJP സംസ്ഥാന സർക്കാർ ഘടകങ്ങളായാലും ശരി. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് പിന്നോക്കക്കാർ തന്നെ, അവരുടെ ആനുകൂല്യമൊക്കെ വെട്ടിച്ചുരുക്കുക. ഞാൻ ചോദിക്കുന്നത് അതാണ്. അപ്പൊ അത് ഇപ്പൊ ഒരു മന്ത്രിസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ഒരു മന്ത്രിയില്ല. അപ്പൊ അങ്ങനെ അത് പ്രധാനമായി ഈ ആളുകൾ BJP നിർത്തുന്ന ആളുകൾ തോറ്റുപോകുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പൊ അതൊരു വലിയ പ്രതിസന്ധിയായി മാറുന്നു. രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ അത് തോക്കുന്നത് എന്തുകൊണ്ടാണ്? BJP കൂടുതൽ ആനുകൂല്യം കിട്ടില്ല, അങ്ങനെ ഭയം കൊണ്ടാണ് അല്ലേ? പക്ഷെ അവര് ഈ കൈ കൊടുക്കാൻ വരികയും ഔട്ട്റീച്ച് നടക്കുകയൊക്കെ ചെയ്താൽ അത് മാറുമോ? അത് നമ്മൾ വീടുകൾക്കാണോ, ഏത് സമുദായക്കാർ, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നമ്മൾ സ്വീകരിക്കലോ, ആത്മാർത്ഥമായി സ്വീകരിക്കലോ. അത് നമ്മളൊരു മര്യാദയല്ല. ഒരു മുസ്ലിം വീടുകളായാലും ക്രിസ്ത്യൻ വീടുകളായാലും സ്വീകരിക്കുന്ന മര്യാദയാണ് നമ്മളൊരു. ശരി, അപ്പൊ നോക്കാം ഏതായാലും നമുക്ക് എത്ര കണ്ട് വിജയിക്കുന്നു. ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ശ്രീ രാജൻ, നമസ്തേ സാർ. നമസ്കാരം. വളരെ നല്ല കാര്യമല്ലേ സാറേ ഇത്? ജനങ്ങളെ നമ്മളെല്ലാം ഒന്നിച്ച് നയിക്കേണ്ടതല്ലയോ? UP-യിലും ഇവിടെ ഗുജറാത്തിലും ഒക്കെ മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പക്ഷേ അവിടെ ഒന്നും ഈ സ്ഥാനാർത്ഥികൾ ആരും നിൽക്കുന്നില്ല. മുസ്ലിങ്ങളുള്ള ഏരിയ തന്നെ ഹിന്ദുക്കളാണ് ജയിക്കുന്നുമുണ്ട് BJP-യുടെ. പക്ഷെ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം. അത് വളരെ നല്ല കാര്യമാണ്. ഇത് നമുക്ക് പണ്ടൊക്കെ നമ്മുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അത്ര ഒരു പ്രാതിനിധ്യം NDA സർക്കാരിൻ്റെ കാലത്ത് വരുന്നുണ്ടോ എന്ന് സംശയം. ഇപ്പോൾ മുക്താർ അബ്ബാസ് നഖ്വിയൊക്കെ ഉണ്ടായിരുന്നു, ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു, ഷെയ്ഖ് സഫർ ഇസ്ലാം BJP വക്താവാണ് ഉത്തർപ്രദേശിലെ, അതുപോലെ പലരും ഒക്കെ ഉണ്ട്. പക്ഷേ നവാബ് മെഹബൂബ് അലി ഉണ്ട്, അദ്ദേഹം BJP മൈനോറിറ്റി മോർച്ച നേതാവാണ്. പക്ഷേ അത് ഒരു രാജ്യത്ത് ഇത്രയും വലിയ ജനസംഖ്യീയ വിഭാഗത്തിൽ നിന്ന് അവർ ന്യൂനപക്ഷമാണെങ്കിലും വേണ്ടത്ര പ്രാധാന്യമുണ്ടോ എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. ഓക്കെ, ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. അപ്പോൾ എന്നോടൊപ്പം ശ്രീമതി സബീന ചേരുന്നുണ്ട്. ശ്രീ സബീനയ്ക്ക് ഇതിൽ ഒരു പ്രധാന കാര്യം പറയാനുണ്ടാകുന്നതാണ്. ശ്രീമതി സബീന, ഭർത്താവും ഒക്കെ സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിസ്റ്റർ സുൽഫി, എൻ്റെ അന്വേഷണങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഞാൻ ഈ പല സംസ്ഥാനങ്ങളിൽ പോവുകയും അവിടുത്തെ മന്ത്രിസഭ ഒക്കെ നോക്കുമ്പോൾ, ഇപ്പം ഞാൻ ബീഹാറിൻ്റെ ഒരു കാര്യം എടുത്താൽ തന്നെ അവിടെ വലിയൊരു വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം താമസിക്കുന്ന സ്ഥലമാണ് ബീഹാർ. പക്ഷേ ഒരു മന്ത്രിയില്ല. ഉത്തർപ്രദേശിൽ വലിയ വിഭാഗം മുസ്ലിങ്ങളുണ്ട്, പക്ഷേ ഒരു മന്ത്രി എന്ന് പറയുന്നത് ഡാനിഷ് ആസാദ് അൻസാരി മാത്രം. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഈ പ്രാതിനിധ്യം ഇങ്ങനെ കുറയാണ്. ഇതിനൊരു കാരണം NDA സർക്കാരുകളിൽ വേണ്ടത്ര മുസ്ലിങ്ങൾ ജയിച്ചു വരുന്നില്ല, അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല. അപ്പോൾ അവർ ഈ ജനാധിപത്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായി BJP-യോടുള്ള വിയോജിപ്പുകൾ കൊണ്ടാകാം.
അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട സമയമായോ? BJP ഒരു കൈ ഇങ്ങോട്ട് തരുമ്പോൾ ഒരു കൈ അങ്ങോട്ട് കൊടുത്ത് അവരെ വിശ്വാസത്തിലെടുക്കുമോ? അതോ അങ്ങനെ വേണ്ട, ഒരു ഭരണമാറ്റത്തിലൂടെ ഇത് സാധ്യമാകണമെന്ന പ്രതീക്ഷയ്ക്കാണോ കൂടുതൽ സാധ്യത? അങ്ങനെ ഭരണമാറ്റം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ആശയം വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി വരുമോ എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. വിശ്വാസത്തിലെടുക്കില്ലേ ന്യൂനപക്ഷം രാജീവ് ചന്ദ്രശേഖരനെ? അങ്ങനെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പൊ BJPയുടെ ഏതെങ്കിലും ഒരു അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ ഒരു മൂവ് നടത്തുകയാണെങ്കിൽ അതിനോട് യോജിക്കുക തന്നെ ചെയ്യും. അവരുടെ ഇപ്പോഴുള്ള ഈ വിശാല മനസ്സിന് നന്ദി എന്ന് ആദ്യമേ പറയാം. കാരണം അത്രയും വിശാല മനസ്സൊന്നും അവർക്ക് ഇല്ലല്ലോ. ടു ബി ഫ്രാങ്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വിശാല മനസ്സൊന്നും അവർക്ക് ഇതുവരെ ഇല്ല. അതിന് മുസ്ലിം വിരോധമാണ്. അവർ ഓൾവേസ് അവരുടെ അവരുടെ അജണ്ട തന്നെ മുസ്ലിം വിരോധമല്ലേ. അപ്പം മുസ്ലിങ്ങൾക്ക് തിരിച്ച് രണ്ട് ഭാഗത്തുനിന്നും ഒരാള് വിരോധം അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയൊരു വെറുപ്പ് ഇവിടെ കാണിക്കുമ്പോൾ തിരിച്ച് അവരും അതുപോലെ വെറുക്കുന്നു. പക്ഷെ ഈ ആശയം എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നു. അവർ വീണ്ടും മുസ്ലിങ്ങളെയും ചേർത്ത് അതാണ് വേണ്ടത്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്ക് വിടാം. നമുക്ക് കേരളത്തിലുള്ളതെന്ന് മാത്രം തുടങ്ങിയാലും കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിൽ നിന്നുകൊണ്ട് ഇവരെ മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ച് ഇപ്പൊ ഒരു പാർട്ടി ആവുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതൊരു എല്ലാ മതക്കാരും അതിൽ എല്ലാ പാർട്ടിയിലും ഇൻവോൾവ് ആകണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഭംഗി. അല്ലാണ്ട് ഒരു മതത്തിനെ മാറ്റി നിർത്തുക, ഈ മതം രാഷ്ട്രീയവും മതവും തമ്മിൽ ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോ കാണുമ്പോ ഇപ്പൊ BJP എന്നുള്ള പാർട്ടിയിൽ മുസ്ലിങ്ങളെ വേണ്ട. ഇപ്പൊ അവരുടെ ദേശീയ നേതാവ് നമ്മുടെ അബ്ദുള്ള കുട്ടിയാണ്, ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ഇപ്പൊ ലക്ഷദ്വീപിൽ എന്റെ ഒരു സുഹൃത്ത് അവിടുത്തെ വൈസ് പ്രസിഡന്റായി BJPയുടെ. അവിടെ അല്ലാതെ തന്നെ KM കാസിം ഗോയ അവിടുത്തെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് BJPയുടെ. അപ്പൊ വേണ്ട എന്നൊന്നും ഉണ്ടോ? വേണ്ട എന്ന് പറയാം, അവരുണ്ട്. അല്ല, BJP അതിന്റെ ഒക്കെ ബേസ് വേറെയാണ് മെനു. കാരണം എങ്ങനെ അബ്ദുള്ള കുട്ടി BJPയിൽ എത്തി എന്നുള്ളതിന്റെ ബേസ് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ട് തീരത്തില്ല. അല്ല, പക്ഷെ അദ്ദേഹത്തിന് മുസ്ലിം എന്ന് കരുതി അവർ മാറ്റി നിർത്തിയില്ല, ദേശീയ വൈസ് പ്രസിഡന്റ് ആക്കി. ആയിക്കോട്ടെ, അത് ആ സമയത്ത് ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ എല്ലാ തലത്തിലും മുസ്ലിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ, ഇപ്പൊ എനിക്ക് മാത്രമല്ല, പൊതുവെ നമ്മൾ ചോദിച്ചാൽ BJPയിൽ മുസ്ലിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, മുസ്ലിം എന്ന മതത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ 90% ആൾക്കാർക്ക് ഇല്ല എന്ന് തന്നെയായിരിക്കും അഭിപ്രായം. അതിൽ എത്രത്തോളം നമുക്ക് ഇപ്പൊ വളരെ നൂലുകീറിയൊക്കെ നമുക്ക് അങ്ങനെ നോക്കിയാലേ പറ്റത്തുള്ളൂ. കുറച്ചു പേരൊക്കെ ഉണ്ടാവാം. ആ ഉണ്ടായവർ എവിടെ നിന്നാണ് എങ്ങനെയൊക്കെ ആയിരുന്നു, നേരിട്ട് തന്നെ BJPയിൽ ഒരു വിശ്വാസം തോന്നിയിട്ട് അവർ പോയതാണെന്ന് ഞാൻ പറയത്തില്ല. അബ്ദുള്ള കുട്ടിയൊക്കെ എനിക്കും അറിയാം. കാസർഗോഡൊക്കെ ഞാൻ സർവീസിൽ ഇരുന്നിട്ടുള്ളതാണ്. കാസർഗോഡിലുള്ള ആൾക്കാരുടെ മനസ്സും ഒക്കെ എനിക്ക് നന്നായിട്ട് ഞാൻ ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സർവീസിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും. അപ്പോ ഈ BJPക്ക് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ഉണ്ടാകുന്ന ഒരു വിരോധം നേരിട്ട് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ആശയത്തിനെ ഞാൻ അനുകൂലിക്കും. ആശയം നല്ലതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുള്ളി, അദ്ദേഹം ഇങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ട് എല്ലാ മതങ്ങളെയും ഞങ്ങൾ ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ കൺസിഡർ ചെയ്യുകയും ഞങ്ങളുടെ പാർട്ടിയിൽ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജാതി വ്യത്യാസമില്ലാതെ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവർക്കും അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നു എന്നൊക്കെ നടപ്പിൽ വരുത്തട്ടെ. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ എല്ലാ മുസ്ലിങ്ങളും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞു കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് CPM-ഉം കോൺഗ്രസുമാണ് BJPക്കെതിരെ ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവെക്കുന്നത്. അങ്ങനെ കുത്തിവെച്ചത് കൊണ്ടാണ് അവർ ഇത് വിരുദ്ധമായി ചിന്തിക്കുന്നത്. അത് മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നല്ലതാണ് അങ്ങനെ. പക്ഷെ വിഷമുണ്ടോ, അതോ അത് അങ്ങനെ അവർ കുത്തിവെച്ചതാണോ, അത് സ്വാഭാവികമായി വന്നതാണോ എന്നാണ് ചോദ്യം, അല്ലേ? ആര് വിഷം കുത്തിവെച്ചു എന്നുള്ളതല്ല, എവിടെയൊക്കെയോ വിഷമുണ്ട്. അത് ആര് കുത്തിവെച്ചു, ഇനി ഇവര് തന്നെ കുത്തിവെച്ചതാണോ എന്ന് ആര് കുത്തിവെച്ചു എന്നുള്ളവർ ഒന്നുകൂടെ റിവ്യൂ ചെയ്യണം. അത് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളതിനുപരി ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന വിഷമാണോ എന്നുകൂടെ. കാരണം നമുക്ക് മറ്റുള്ളവരെ പഴിചാടാൻ വളരെ ഈസിയാണ്. അപ്പോൾ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും എല്ലാ മതക്കാരും ഉണ്ട്. BJPയിൽ മാത്രമാണ് ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ മെനു? നമുക്കത് പുതിയതായിട്ട് ചർച്ച ചെയ്യേണ്ടതോ ഒരു പുതിയതായിട്ടുള്ള അറിവോ എന്തെങ്കിലും ആണോ? അത് പണ്ടുകാലത്തെ ഉള്ളതാണ്. ഒരു മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഇവിടെ BJPക്ക് ഉണ്ടെന്നുള്ളത് അതൊരു സത്യമല്ലേ. അതിനെന്തിനാണ് നമ്മൾ ഷുഗർ കോട്ട് ചെയ്യുന്നത്?
ഇനി അവർ മാറുന്നു എന്നുണ്ടെങ്കിൽ അതൊരു നല്ല ആശയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ കേരളത്തിൽ നമ്മൾ അധികം അങ്ങനെ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു അതിപ്രസരണം ഇല്ല, മുസ്ലിം വിരോധമൊന്നും. പക്ഷെ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന, കേരളത്തിനകത്തും നമ്മൾ വടക്കോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലുള്ള വ്യത്യാസം, കേരളത്തിന് പുറത്ത് പല സ്റ്റേറ്റുകളിലുമുള്ള വ്യത്യാസം, ഈവൻ മുസ്ലിങ്ങളോട് മാത്രമല്ല, അത് ഇപ്പം നമ്മൾ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഈ ഒരു സബ്ജക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിരുദ്ധത ഉണ്ട്. അത് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു ആശയം തന്നെയാണ്. അവരത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ, ഞാനെന്ന് പറയുന്ന ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞാനെന്ന് ഉൾപ്പെടെ ഞാൻ അതിന് ഭയങ്കരമായിട്ട് പിന്തുണ കൊടുക്കും. കാരണം അതാണല്ലോ വേണ്ടത്. കാരണം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ കൊളീഗ്സ് ഉണ്ട്, ഒത്തിരി പേര് BJP-യുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, അതിലുള്ളവരാണ്. ഞങ്ങളൊക്കെ നല്ല കൊളീഗ്സ് ആണ്, നല്ല നല്ല ഫ്രണ്ട്സുമാണ്. അപ്പോ പക്ഷെ പ്രത്യയശാസ്ത്രം നമുക്ക് സംസാരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ്? ഒന്നിനുമല്ല, വെറുതെ. അവരെപ്പോഴും ഒരു മേൽക്കോയ്മ കാണിക്കും. ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ആയിക്കോട്ടെ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, അല്ലാതെ ഹിന്ദുക്കളുടെ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി, ഞാൻ അങ്ങനെയാണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ്, CPM-ന്റെ ചീഫ് മിനിസ്റ്റർ അല്ല. നമ്മുടെ മോദിജി BJP-യുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ റെസ്പെക്റ്റോട് കൂടി മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നമ്മൾ ഒരു പാർട്ടി, നമ്മുടെ കേന്ദ്രമോ കേരളമോ ഒക്കെ ഭരിക്കുമ്പോൾ, ഈവൻ കേന്ദ്രമായാലും കേരളമായാലും ഭരിക്കുന്ന പാർട്ടികൾ എല്ലാ മതക്കാരെയും ഒന്നുപോലെ കൺസിഡർ ചെയ്യുക. ഇന്നലെ തന്നെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ സംസാരിച്ചു. അവിടെ മുസ്ലിം വിരുദ്ധതയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒന്നിനും അല്ല. പക്ഷെ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട് അവിടെ. കാരണം ഇന്നലത്തെ വിഷയം ഇന്ന് സംസാരിക്കാമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുന്നു. കാരണം ഒരു മതത്തിലൂടെ ഒരു പാർട്ടിയെ ഫോക്കസ് ചെയ്യുക, പാർട്ടിയിലൂടെ അതിലുള്ള മുന്നണിയെ ഫോക്കസ് ചെയ്യുക, ആ മുന്നണിയിലൂടെ വേറൊരു പാർട്ടിയെ വീണ്ടും വേറൊരു മുന്നണിയെ ഫോക്കസ് ചെയ്യുക. അപ്പൊ മുസ്ലിങ്ങളെ ഈ പാർട്ടിയിലൂടെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോൾ രണ്ട് തരത്തിൽ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള തരത്തിൽ, ഒരു തരത്തിൽ രാഷ്ട്രീയമായിട്ട് അവരെ എതിർക്കുന്നവരെ സന്തോഷിപ്പിക്കാം, ഒരു തരത്തിൽ ആ മതത്തിനെ വെറുക്കുന്നവരെ സന്തോഷിപ്പിക്കാം. ഏതായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു വിഷയത്തിൽ ഞാൻ അത് പറഞ്ഞത്. കാരണം മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും, അത് ഇല്ല എന്ന് പറഞ്ഞാലും ഞാനത് കൃത്യമായിട്ട് പറയും, ഇവിടെ ഉണ്ട്. അത് മാറ്റിയെടുക്കുക എന്നുള്ളത് നല്ല ഭരണകർത്താക്കളുടെയും ഭരണകർത്താക്കളുടെ അവരുടെ കടമയാണ് അത് മാറ്റിയെടുക്കുക എന്നുള്ളത്. നല്ലൊരു സമൂഹമല്ലേ നമുക്ക് വേണ്ടത്, അല്ലാതെ ഈ അടിവെക്കുന്ന ഒരു സമൂഹമാണോ നമുക്ക് വേണ്ടത്? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം അതാണ് ഒരു പ്രതികരണം വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗൗതം എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ശ്രീ ഗൗതം ഒരു ഇടതുപക്ഷക്കാരനാണ്. സംശയദൃഷ്ടിയോടുകൂടി അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നീക്കത്തെ ഗൗതം കാണാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഗൗതം നമസ്കാരം. രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റണ്ടായി അല്ലേ ഈ വിഷയം കൊണ്ടുവന്നത്? തീർച്ചയായും. ഇത്രയും കാലം മുസ്ലിങ്ങളോട് സ്നേഹമില്ലാത്തത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു തട്ടിപ്പുമായി വന്നാൽ ജനം വിശ്വസിക്കുമെന്ന് വിചാരിക്കില്ല ഇതുപോലത്തെ തട്ടിപ്പുമായി വന്നാൽ. അപ്പം ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. പക്ഷെ നേരത്തെ അവരൊരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചാണ് മുസ്ലിം ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഷണ്ടായി കണ്ട് ജനം തള്ളിക്കളയുമെന്നാണ് താങ്കൾ വരുന്നത് അല്ലേ? വിശ്വസിക്കില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയിലും മനു, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ മുസ്ലിങ്ങളോട് മാത്രം ഒരു സ്നേഹം വരുമ്പോൾ, അത് ഈ പദ്ധതി വരുമ്പോൾ, ഇത്രയും കാലം മുസ്ലിങ്ങളോട് സ്നേഹമില്ലാത്തത് ഇപ്പോൾ വരുമ്പോൾ അതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? സംശയിക്കുകയാണ്. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ തോമസ് എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. ശ്രീ തോമസ്. നമസ്കാരം സർ. ശ്രീ തോമസ്, എന്നോട് സ്ഥലം ഇടുക്കിയിൽ എവിടെയാന്നായിരുന്നു ഒന്ന് പറഞ്ഞത്? അടിമാലി. ശ്രീ തോമസ് ഒരു കർഷകനും കൂടിയാണെന്ന് എന്നോട് പറഞ്ഞു അല്ലേ? അതെ. അപ്പോൾ എന്താണ് ശ്രീ തോമസ്, അപ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് പുറകെ മുസ്ലിം ഔട്ട്റീച്ച് വരുമ്പോൾ BJPക്ക് മറ്റു വിഭാഗങ്ങളിലുള്ള വിശ്വസനീയത കൂടുമോ? അവരുടെ പിന്തുണ വർദ്ധിക്കുമോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമാകുമോ? അതോ ഇത് ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ് എന്ന് കരുതി ആളുകൾ ഒഴിവാക്കി കളയുമോ? തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായിട്ട് ജനങ്ങൾ മനസ്സിലാക്കും. കാരണം ഒരു മുസ്ലിം വിരുദ്ധത
BJPക്ക് നേരത്തെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നമ്മള് ഈ പാലസ്തീൻ ഹമാസ് യുദ്ധമൊക്കെ നടക്കുമ്പോ, അല്ല ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമൊക്കെ നടക്കുമ്പോ അതിന് എങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു നമുക്കറിയാലോ. 10,000-കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും മരിക്കുമ്പോൾ അതിന് ന്യായീകരണം പറഞ്ഞ് ഇസ്രായേലിന്റെ കൂടെ അത് എന്നാ കുഞ്ഞുങ്ങളും സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നതിന് അവർ ഈ ഹമാസിന്റെ തീവ്ര നിലപാടിനെതിരെ അവർ അറ്റാക്ക് ചെയ്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ നമുക്കറിയാലോ. നമുക്ക് ഉള്ളിൽ എന്നാ നടക്കണേന്ന് നമുക്കറിയാലോ. എന്നാണ് ഈ ക്രൈസ്തവ സ്നേഹം അവർക്ക് തുടങ്ങിയത്. അപ്പൊ ക്രൈസ്തവരെ സ്നേഹിച്ചിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. ഇനി മുസ്ലിങ്ങളോട് സ്നേഹിച്ച് ഇവരെ ഇലക്ഷന് വേണ്ടി ജയിക്കാനുള്ള ഒരു തന്ത്രമാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രമാത്രം വില പോകുന്ന ഈ ക്രൈസ്തവ സ്നേഹമൊക്കെ വ്യാജമാണെന്ന് ഡോക്ടർ അവിടെ നമ്മുടെ ജോർജ് കുര്യനൊന്നും മനസ്സിലാകുന്നില്ലേ ശ്രീ തോമസ്? ജോർജ് കുര്യനൊക്കെ നേരത്തെ മുതൽ ആർട്ടിസ്റ്റിലൂടെ വളർന്നു വന്ന ആളല്ലേ, നമുക്കറിയാലോ. അതുകൊണ്ട് ഇന്ന് വന്ന ആളല്ലോ, ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ PC ജോർജ് മോഹനും. കാരണം ഈ കേരള നിയമസഭ ഇനി ഒരു കാലത്തും കാണില്ലാന്ന് ഇവർക്കറിയാം. അപ്പൊ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും കാണിച്ച് കയറാമെന്നുള്ള ഈ പക്ക വർഗീയതയും പറഞ്ഞുകൊണ്ട് കിടക്കുമല്ലേ അപ്പനും മോനും. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര ഒരു കറകളഞ്ഞ RSS അനുഭാവിയും പ്രവർത്തകനും ഒക്കെയാണ്. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ വടകര, ജനങ്ങൾ ചെറിയ അവിശ്വാസമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, ഇത് പൂർണ്ണമായി വിശ്വസിക്കുമോ ബാലകൃഷ്ണൻ വടകര? സാർ നമസ്കാരം. നമസ്കാരം സാർ. ആദ്യമേ പറയുന്നത് കേട്ടു, മന്ത്രിസഭയിൽ മുസ്ലിംസ് ഇല്ല, മുസ്ലിങ്ങളെ നാമം കുറവാണ്. സാറേ ഇവര് വന്നിട്ട് വേണ്ടേ സ്ഥാനാർത്ഥിയാക്കുക? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ അങ്ങനെ ഔട്ട്റീച്ച് പോകുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിച്ച് വരുമോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. മാറ്റി ചിന്തിക്കണോ? വിശ്വസിക്കൂല എന്ന് പറഞ്ഞൂടല്ലോ. വിവരമുള്ള പല ആൾക്കാരും ഇതിൽ വിശ്വസിച്ച് വരുന്നല്ലേ. അല്ല, നമ്മള് അങ്ങനെ നമ്മൾ പറയും. ചില ആളുകൾ ഒരു രാഷ്ട്രീയ നിലപാടെടുത്ത് അത് വിവരമില്ലാത്തവർ എന്ന് പറയും. അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. വിദ്യാഭ്യാസമുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ്. വിവരം കൂടുതലുള്ള, അറിവുള്ള, വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന എത്രയോ ആൾക്കാർ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയൊക്കെ. ആളുകൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. അതൊക്കെയാണല്ലോ ഞാൻ ഇപ്പം പറഞ്ഞത്. നമ്മുടെ അബ്ദുള്ള കുട്ടി ഉണ്ട്, അതുപോലെ മറ്റു പലരും ഉണ്ട്. ഞാനത് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു വലിയ ന്യൂനപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷം നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ BJPക്കൊപ്പം വരാൻ സാധ്യത കാണുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് വലിയൊരു, ഞാനിതിനെപ്പറ്റി ഒന്ന് ചെറുതായി ഒരു അന്വേഷണം നടത്തി, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു വലിയ ജനവിഭാഗത്തിന് രാഷ്ട്രീയപരമായി ഒരു ഇതുമില്ല. ഇപ്പോൾ ബീഹാറിൽ തന്നെ നോക്കൂ, അവിടെ JDU കഴിഞ്ഞ തവണ നിർത്തിയ മുഴുവൻ മുസ്ലിം സ്ഥാനാർത്ഥികളും തോറ്റുപോയി. BJPയിൽ നിന്ന് ആരും നിന്നുമില്ല. ഒടുവിൽ മന്ത്രിസഭയിൽ ആളില്ല. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയാനോ അത് നോക്കാനോ ആളില്ല. വലിയൊരു വിഭാഗമുണ്ട്. അപ്പോൾ അതേസമയം അവർ ഇന്ത്യ മുന്നണിയിൽ കുറേ പേർ ജയിക്കുന്നുണ്ട്, പക്ഷേ അവർക്കൊട്ട് അധികാരവുമില്ല. അപ്പോൾ ഇതൊന്ന് മാറി ഒരു പുനഃക്രമീകരിക്കേണ്ട സമയമായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാർ അതിനല്ലേ പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ മധ്യപ്രദേശ് മന്ത്രിസഭയിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 4 മുസ്ലിം മന്ത്രിമാരുണ്ടായി. പക്ഷെ ഞങ്ങൾ അത് എഴുതി കാണിക്കൂല. ജനം TV എന്താ എഴുതി കാണിക്കൂല? 4 മുസ്ലിം മന്ത്രിമാർ ഉൾപ്പെടെ 21 മന്ത്രിമാർ BJP സത്യപ്രതിജ്ഞ ചെയ്തു. താങ്കൾക്ക് ഇതിന്റെ മനസ്സിലാകുന്നില്ല ഇതിന്റെ കാര്യം? പ്രീണന നയം. ഞങ്ങൾക്ക് ആ പോളിസി ഇല്ല. ഇന്ത്യയിലെ ജനത്തിന് ഒരേ സ്വരത്തിലും ഒരേ അധികാരത്തിലും ഏത് ആനുകൂല്യം പ്രഖ്യാപിച്ചാലും അത് എല്ലാവർക്കും, ആർക്കും കിട്ടാതിരിക്കുന്നു പറയട്ടെ. അന്നപൂർണയാവട്ടെ, ആവാസ് യോജനയാവട്ടെ, ഇൻഷുറൻസ് ആവട്ടെ, PM കിസാൻ ആവട്ടെ. ഞാനിപ്പോ ഇങ്ങനെ ഒന്ന് അടിച്ചു നോക്കുമായിരുന്നു കേട്ടോ. 4 മുസ്ലിം മന്ത്രിമാർ മധ്യപ്രദേശ് സർക്കാരിൽ ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. പക്ഷേ ഗൂഗിളൊന്നും അങ്ങനെ ഇല്ലെന്നാ പറയുന്നത് കേട്ടോ. എനിക്ക് തെറ്റിയതാണ്. ഏതോ മധ്യപ്രദേശിലെ മന്ത്രിസഭ ഈ പ്രാവശ്യത്തല്ല അതിന്റെ മുമ്പിലത്തെ. 2023 കാണുന്നില്ല. ഞാൻ എനിക്കിനി തെറ്റുപറ്റിയതാണോ ഓർമ്മ ശരിയാണെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയതാ. സമർത്ഥിക്കാൻ ഞാൻ തയ്യാറില്ല. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ തെറ്റാണോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. കുഴപ്പമില്ല. പക്ഷേ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ അരീഫ് അഖീൽ ആണ് ഒരു കോൺഗ്രസ് മന്ത്രി, അദ്ദേഹം മരിച്ചും പോയി. പക്ഷേ അത് ഇല്ല, കാണുന്നില്ല. ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഓക്കെ, നോക്കാം നമുക്ക്. അല്ല, കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ലേ? അതുണ്ട്. നമ്മുടെ ഷാനവാസ് ഹുസൈനുണ്ട്, മുക്താർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കേരളത്തിന്റെ ഗവർണറായ സിക്കന്ദർ ഭക്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പില്ല. അല്ല, APJ അബ്ദുൽ കലാം ഇന്ത്യയിലെ കഥയിലെ പിടിച്ചിരിക്കാതെ. അല്ല, അത് പ്രസിഡന്റാണ്. പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു അധികാരമില്ലാത്ത. അല്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് അത് കഴിഞ്ഞല്ലോ.
APJ അബ്ദുൽ കലാമിന്റെ കാലാവധി കഴിഞ്ഞല്ലോ. അങ്ങോട്ട് പോയി. ഹലോ, ഞാൻ ചോദിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഹലോ, ഒരു സെക്കൻഡ് കൂടി സമയം ഒന്നും പറയാൻ സമ്മതിക്കില്ല സാറ്. ഞാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങ് ഇപ്പത്തെ കാര്യം ചോദിക്കുമ്പോ പണ്ടത്തെ കാര്യം പറഞ്ഞ സിക്കന്ദർ ഭക്തിന്റെയും അബ്ദുൽ കലാമിന്റെ കാര്യം ഇപ്പത്തെ അവസ്ഥ കേന്ദ്രമന്ത്രിസഭയിൽ ആളില്ലല്ലോ. പല പ്രേക്ഷകരും പ്രതികരിക്കുന്നതായിട്ട് മുമ്പൊന്നും ഇല്ലാത്തൊരു സ്നേഹം ഇപ്പൊ എവിടുന്നാ വന്ന് പൊട്ടിയത്? പ്രേക്ഷകര് ഞങ്ങളേതായാലും ശരിയത്ത് നിയമത്തിന് ഒന്നും എവിടെ എതിർത്തിട്ട് ഇന്ത്യയിൽ സംസാരിക്കാത്ത എനിക്ക് ഓർമ്മയില്ല. CPM-കാരെല്ലാം അങ്ങനെ സംസാരിക്കുമ്പോൾ അവരെ ഓർമ്മിക്കണം. അവർ ശരിയായ നിയമത്തിനെതിരായി TMS പ്രതികരിച്ചിട്ടുണ്ട്. ആര് അതിനുള്ള മറുപടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം വിരോധികളൊന്നുമല്ല ഞങ്ങൾ. ദൈവവിശ്വാസം ശരിയാ നിയമത്തിനെതിരെ പറഞ്ഞത് EMS പറഞ്ഞിട്ടില്ലേ? ഏതാ EMS പറഞ്ഞിട്ടില്ലേ? ശരിയാ നിയമത്തെ അത് അവരുടെ മതപരമായ നിയമമാണ്. അത് രാഷ്ട്രീയപരമായ ഒരു രാജ്യത്തിന് പറ്റുമെന്ന് നിങ്ങൾ അംഗീകരിക്കില്ലല്ലോ. നിങ്ങളും അംഗീകരിക്കുന്ന അല്ല, ഞങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോന്നല്ല. ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ പരസ്യമായിട്ട് അങ്ങനെ എല്ലാവരും ഒരു മതേതര രാജ്യത്തിന്റെ നിയമമല്ലേ, നമ്മുടെ ഭരണഘടനയല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ഞങ്ങൾ ഭീകരവാദത്തിന് ഇവരിലുള്ള ഭീകരവാദികളെ മാത്രമേ എതിർക്കുന്നുള്ളൂ. ഇന്നലെ മലപ്പുറം ജില്ലയെ പറ്റിയും മലപ്പുറത്ത് മുസ്ലിം ലീഗിനെ പറ്റിയും വെള്ളാപ്പള്ളി നടക്കും പറഞ്ഞു. ഞാൻ പ്രതികരിച്ചല്ലോ. അദ്ദേഹത്തിന് ആരാ അധികാരം കൊടുത്തത്? മലപ്പുറം ജില്ലയിൽ അടിച്ചാൽ മലപ്പുറത്ത് ഒരു വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നാരായണൻ നായർ എന്നോടൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ നാരായണൻ നായർ, നമസ്കാരം. സാറേ നമസ്കാരം. ശ്രീ നാരായണൻ നായർ ഡൽഹിയിൽ നിന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഫരീദാബാദിന് പലതവണ നമ്മുടെ ഹരിയാനയിലെ നാരായണൻ നായർ. അതെ സാറേ, അതെ സാറേ. ഞാൻ ഡൽഹിയിൽ നിന്ന് കണ്ടപ്പോ വേറെ ഇവിടുത്തെ ഡൽഹിയിലേക്ക് ഹരിയാന എന്നാ ഞാൻ വിചാരിച്ചല്ലേ? ഹരിയാനയിലായിരുന്നില്ലേ? അല്ല സാറേ, NCR ഫരീദാബാദ്. ഫരീദാബാദ് എന്ന് പറഞ്ഞാൽ ഡൽഹി തന്നെയാ സാറേ. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 കിലോമീറ്ററേ ഉള്ളൂ സാറേ ഇങ്ങോട്ട് കയറി. ഓ, ഫരീദാബാദ്. അപ്പൊ ഞാൻ പക്ഷെ ഹരിയാനയിൽ നിന്നാണ് എങ്ങനെയോ തെറ്റിദ്ധരിച്ചത് കേട്ടോ. ഹരിയാനയെന്നാ പറയുന്നത്. ഹരിയാനയിൽ തന്നെയാണ്. പക്ഷേ ഡൽഹി NCR ആണ്, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആണ്. അല്ല, അപ്പൊ അന്ന് എന്നോട് പറഞ്ഞ ഹരിയാനയിലാണെന്നല്ലേ? സാറേ ഹരിയാന, ഈ ഫരീദാബാദ് എന്ന് പറഞ്ഞ ഹരിയാന എന്ന് പറഞ്ഞാൽ ഫരീദാബാദ്, ഗുഡ്ഗാവ്, അതെല്ലാം ഹരിയാനയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. പക്ഷെ ഡൽഹിക്കാർ ഡൽഹി എന്ന് പറയും അല്ലേ? ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി അല്ലല്ലോ സാറേ. ഡൽഹി അല്ല, ഹരിയാനയാണ്. അതാ എനിക്കറിയാന്നേ. നാരായണൻ നായർ നമ്മൾ സ്ഥിരം സംസാരിക്കുന്നില്ലേ? അപ്പൊ ഹരിയാന എന്നാണ് ഞാൻ വിചാരിച്ചത്. പോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമസ്കാരം വീണ്ടും. നമസ്കാരം. അപ്പൊ കുറെ ദിവസം കണ്ടില്ല അല്ലേ? ഇടയ്ക്ക് വിളിച്ച് തലംബിസിയൊക്കെ ആയിരുന്നു സാറേ, കിട്ടുന്നില്ലായിരുന്നു വിളിച്ചിട്ട്. ശരി. അപ്പൊ ശ്രീ നാരായണൻ നായർ, മുസ്ലിം ഔട്ട്റീച്ച് നടത്തുമ്പോൾ BJP-യിലേക്ക് കൂടുതൽ ന്യൂനപക്ഷങ്ങൾ വിഭാഗത്തിൽ നിന്ന് ആളുകൾ എത്തും എന്ന് ശ്രീ നാരായണൻ നായർ വിശ്വസിക്കുന്നുണ്ടോ? സാറേ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ 15 വർഷം കൊണ്ട് ഈ BJP-യോട് എതിര് കാണിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സാറേ. ഉണ്ടായിട്ടുണ്ടോ? നേട്ടമില്ല. അപ്പൊ നഷ്ടമാണ് ഉണ്ടായതാണ് താങ്കൾ പറയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് നഷ്ടമല്ലേ ഉണ്ടാകുന്നത്. നമ്മള് സാറേ ഇന്നത്തെ രാഷ്ട്രീയം തന്നെ നോക്ക്. ആൾക്കാർ കാലി മാറി ആരാ ഭരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ പോകും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭരിക്കുന്ന പാർട്ടിയോട് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ കൂടെ നിന്നാലല്ല കിട്ടത്തുള്ളൂ സാറേ. അല്ലാതെ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിപരമായല്ല സാറേ. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും സ്റ്റേറ്റിനും എല്ലാം കൊണ്ടും അത് നേട്ടമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ ഔട്ട്റീച്ചിനോട് സഹകരിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഓക്കെ, സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന അവർക്ക് തന്നെയാ സാറേ. ശരി ശരി. അപ്പൊ ശ്രീ നാരായണൻ നായർ ഏതായാലും കുറെ ദിവസത്തിന് ശേഷം സംസാരിച്ചു. അപ്പൊ അവിടെ സുഖമായിരിക്കുന്നു അല്ലേ? എല്ലാം സുഖമായിരിക്കും സാറേ. എല്ലാവരും സുഖമായിരിക്കുന്നു. സാറിനും ഫാമിലിക്കും എന്റെ സ്നേഹാന്വേഷണങ്ങളും ഗുഡ് ഈവനിങ്. യെസ്, ശ്രീ നാരായണൻ നായർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പൊ ജെയിംസ് കുട്ടി എന്നോടൊപ്പം ചേരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ ജെയിംസ് കുട്ടി. ഹലോ. ശ്രീ ജെയിംസ് കുട്ടി, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും കേരളത്തിലെ നിലവിലെ സാഹചര്യം വെച്ചൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേരളത്തില് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് BJP-ക്ക് അധികാരത്തിൽ വരാം എന്നുള്ള ഒരു ചിന്തയോടെയാണ് അവർ ചില നിലപാടുകൾ എടുക്കുന്നത്. പക്ഷേ അവരുടെ കേരളത്തിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ വെച്ചുകൊണ്ട് അവരിപ്പോഴും തൃശ്ശൂർ ഉൾപ്പെടെയുള്ളിടത്ത് സുരേഷ് ഗോപിയെ നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജനപ്രതി കാണിച്ചു കൂട്ടുന്നതായ ഒരു നിലവാരം കുറഞ്ഞതായ ഒരു നിലപാട് കേരളത്തിന് 1 പൈസയുടെ നേട്ടം പോലും അദ്ദേഹത്തിന് നമുക്കുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു MP എന്ന രീതിയിൽ ഏത് സംസ്ഥാനത്ത് നിന്നും ഏത് വ്യക്തികളെ നമ്മൾ ജനപ്രതി എന്ന രീതിയിൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുമ്പോൾ അവർ ആ സംസ്ഥാനത്തിൻ്റെതായ അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്
കിട്ടുന്ന പൈസയൊക്കെ അതേ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ലേ? ഇപ്പൊ ശ്രീ ജെയിംസ് കുട്ടി ഏത് രാഷ്ട്രീയ എംപിയുടെ പേഴ്സണൽ ഫണ്ട് അല്ല, എംപിയുടെ പേഴ്സണൽ ഫണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് ഏത് എംപിയാണ് കൈ അങ്ങനെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ട് നമുക്ക് വലിയ വലിയ പ്രോജക്റ്റുകളില്ല. ഇപ്പൊ തന്നെ എയിംസ് ഉണ്ട്, ഇങ്ങനത്തുള്ള വലിയ പദ്ധതികൾ, അതൊക്കെ പറയുന്നതല്ലേ പറയുന്നത്. കേരളത്തിലെ മുഴുവൻ എം പിമാരും ശ്രമിക്കല്ലേ? അപ്പൊ ഒരിക്കലും മറ്റൊന്നും കൊണ്ട് പറയുകയല്ല. രാഷ്ട്രീയത്തിന്റെ ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത്. അല്ല, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഞാൻ പൊതുവിൽ പറഞ്ഞാണ്. നമ്മൾ 19 എം പിമാരുണ്ട് നമ്മുടെ കേരളത്തിൽ. ഞാൻ പറയുന്നത് അത് നിങ്ങൾ ഒരു പൊതു നയം എടുക്കുകയാണ്. എം പിമാരൊന്നും പറ്റുന്നില്ല. കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞു എം പി. അല്ല, അതുകൊണ്ടല്ല കേന്ദ്രം. പക്ഷെ അതിലൊരു എം പി പാർട്ടി മാറി നിങ്ങളുടെ കൂടെ വന്നപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയാളെ നല്ലവനാക്കി. അല്ല എന്നല്ല പറഞ്ഞു. അത് പക്ഷെ അവർ നിലപാട് മാറ്റുമ്പോൾ അവരത് അംഗീകരിക്കുക സ്വാഭാവികമല്ല. അവർ അംഗീകരിക്കുന്ന പറഞ്ഞാൽ അപ്പൊ അത്രയും കാലം കഴിവില്ലാത്ത ആളായിരുന്നെന്ന് നിങ്ങൾ നമ്മളിപ്പോ കേന്ദ്രം ഭരിക്കുന്നത് BJP ഇല്ലയോ? അവരുടെ നിലപാട് എന്താണ്? ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന കേരളത്തിൽ അവർ ഏതെല്ലാം രീതിയിൽ അവരെയും ഏറ്റവും പുറകോട്ടടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. എല്ലാ ഫണ്ട് നമ്മുടെ കേരളം ഉൾപ്പെടെ ഉള്ളത് നമുക്ക് വൻ ടാക്സ് പിരിച്ചുകൊണ്ട് പോകുന്നു. അതിന് എത്ര രൂപ നമുക്ക് കിട്ടുന്നത്? നമുക്ക് 3.95 കിട്ടിക്കൊണ്ടിരുന്നതായ നമ്മുടെ ജനസംഖ്യ ആനുപാതികമായ നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞു. അതിനെ പക്ഷെ എനിക്ക് എന്താണെന്നറിയും, ഞാൻ കൂടുതൽ ഒരു ശ്രീ ജെയിംസ് കുട്ടി, ഞാനൊരു കേരളീയൻ എന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തന്നെ. പക്ഷെ ഞാനൊരു ഇന്ത്യക്കാരനാണെന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ ഇപ്പൊ പറയാണ്, ഏറ്റവും നികുതി കൊടുക്കുന്ന ആൾക്ക് തന്നെ ആ പണം തിരിച്ചു കിട്ടണം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ നമുക്ക് ഞാൻ നികുതി അടയ്ക്കുന്ന എന്തിനാണ്? അട്ടപ്പാടി അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പ്രദേശത്ത് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ബീഹാർ അല്ല ശ്രീ ജെയിംസ് കുട്ടി, ഞാൻ അങ്ങനെ സമയം തരാം. ബീഹാർ, ഉത്തർപ്രദേശ് ഇതൊക്കെ കുറെ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കത് സന്തോഷമുള്ള ഒരു കാര്യമാണ്, എന്നെ വ്യക്തിപരമായിട്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഞങ്ങൾ അടയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടണം, അപ്പൊ ഇനി കുറച്ച് നാളെ പറയണം ഞാനാണ് അടയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് തരണം എന്ന് പറയുന്നത് ശരിയാണ്. ബീഹാറിലും പിന്നെ യുപിയിലും എത്രയോ വർഷം കൊണ്ട് ഭരിച്ചത് എന്തുകൊണ്ട് അവർ കേരളത്തെ പോലെ അവരെ എത്തിച്ചില്ല? ആ സ്റ്റേറ്റുകളിൽ ആരുടെ കുറ്റമാണ്? എവരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? അല്ല ജെയിംസ് കുട്ടി ഒരു മിനിറ്റ് അങ്ങ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാനത് എൻ്റെ ഒരു നിരീക്ഷണം പറയാം, അങ്ങ് അതിന് തിരുത്തിക്കോ, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷേ 1960 വരെ 70 വരെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. അത് ഉത്തർപ്രദേശ് അല്ല പറയാം, ഇതാണ് അങ്ങ് എന്തിനു വിഷമിക്കണമെന്ന് അങ്ങ് സമയം തരാമല്ലോ. അപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ മേഖലകളിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വലിയ തെറ്റായ സാമ്പത്തിക നയം, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അവിടുത്തെ പഞ്ഞിക്കർഷകരെ ഏത് തരത്തിലാണ് അവർ ചെയ്തത്. അതുപോലെ അവിടെ നിന്ന് ഈ കോട്ടൺ പ്രത്യേകിച്ച് അവരുടെ ഇംഗ്ലണ്ടിൻ്റെ വികസനത്തിനായി കൊണ്ടുപോയത് ചൂഷണം, അതിഭീകരമായ ദാരിദ്ര്യം. അപ്പം ബംഗാൾ പ്രോവിൻസ്, നമ്മുടെ ഒറീസ ഉൾപ്പെടുന്ന പ്രദേശം. മിനിറ്റ് അങ്ങേക്ക് ഇത് കേൾക്കാൻ ഇത്ര അസഹിഷ്ണുത എന്താ? അപ്പൊ ഒന്ന് കേൾക്ക്. അപ്പൊ ബംഗാൾ പ്രോവിൻസ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് നടത്തിയ ഫാമിനുകൾ, അതായത് അവിടുന്ന് ഭക്ഷ്യവസ്തുക്കൾ നീക്കം ചെയ്യുന്നു, അങ്ങനെ ദാരിദ്ര്യം, ലോകമഹായുദ്ധത്തിന് വേണ്ടിയുള്ള അവിടെ നിന്ന് വിഭവങ്ങൾ മാറ്റൽ, അതൊക്കെ ബീഹാറിലെയും ബംഗാളിലെയും ഉൾപ്പെടുന്ന പ്രവിശ്യ, അതുപോലെ യുണൈറ്റഡ് പ്രോവിൻസിനെയൊക്കെ ബാധിച്ചു. കേരളത്തിലും ദാരിദ്ര്യമുണ്ടായിരുന്നു. 70കളോടുകൂടി ഗൾഫ് ബൂം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ മലയാളികളായ വലിയൊരു വിഭാഗം ആളുകൾ അത് വലിയ തോതിൽ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ അതിൻ്റെ വിദ്യാഭ്യാസ സാധ്യതകൾ മനസ്സിലാക്കി അവർ ഇവിടെ നിന്ന് പഠിച്ചു. പറ്റാത്തവരൊക്കെ പുറത്തുപോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി സ്വകാര്യ മേഖലകളിലോ ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേടി അവരത് കൂടുതൽ ഉപയോഗിച്ചു. പക്ഷേ ബീഹാറിനോ അല്ലെങ്കിൽ UPക്കോ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവർക്കതിന് പറ്റിയില്ല. പക്ഷെ കേരളത്തിന് അത് കഴിഞ്ഞു. അതുകൊണ്ട് അവരെ നമ്മൾ തള്ളിക്കളയണമെന്ന് പറയാം. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, അവിടെ വലിയ തോതിലുള്ള അഴിമതി ഉണ്ടായിരുന്നു. അത് അങ്ങ് പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, അവിടെ മുൻകാലം ഇപ്പൊ ഇടതുപക്ഷങ്ങളൊന്നും അവിടെ ഭരിച്ചിട്ടില്ല. കേരളം അപ്പൊ നമ്മൾ പറഞ്ഞു ബംഗാളിൽ ഇടതുപക്ഷം ഭരിച്ചില്ലേ? ബംഗാൾ അവർ ദീർഘകാലം ഭരിച്ചെങ്കിൽ തന്നെ അത് പിന്നെ തുടർഭരണം നഷ്ടപ്പെട്ടു പോയി. അത് ശരിയാണ്. അതെന്ന് വെച്ചാൽ ബംഗാളിലൊക്കെ ആ തരത്തിലുള്ള ബ്രിട്ടീഷ് നയങ്ങൾ നടപ്പിലാക്കിയിരുന്നു. വലിയ നടപ്പിലാക്കിയിരുന്നേ. അതിന്റെ ഭാഗമായാണ് കേട്ടോ അതായത് കേരളത്തിലും ബ്രിട്ടീഷുകാർ അതേ നയങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങ് ഇത് ചരിത്രം ഞാൻ കുറച്ചും കൂടെ വിശദമായി പറയാം. നമുക്ക് 2 തലം. ഒന്ന്, നമ്മൾ ഈ തിരുവിതാംകൂർ മേഖല രാജ്യഭരണത്തിന് കീഴിലായിരുന്നു. മലബാറിലാണ് നമ്മുടെ രാജ്യഭരണത്തിന്റെ കെടുതി എന്താണെന്ന് അറിയത്തില്ല. ചരിത്രം പരിശോധിച്ച് നമ്മുടെ രാജ്യഭരണം നിങ്ങൾ 2 തരത്തിൽ കാണണം. ഇപ്പൊ രാജാവ് ഒരു ജനതയിൽ നിന്ന് വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണെങ്കിലും അത് അതിനകത്താ നിൽക്കുന്നത്. പക്ഷെ പുറത്തൊരു ശക്തി വന്നത് ചൂഷണം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോയി. രാജന്റെ കിങ്കരന്മാരും അവരെ സമൂഹം അത് സുഖിച്ച് രമിച്ചും മതിച്ച് ജീവിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് ആ വിഭവങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു? അത് പണമായോ സ്വർണമായോ ഈ നാട്ടിനകത്ത് തന്നെ നിൽക്കുന്നു.
മറ്റൊന്നിന്റെ മുഖം പുറത്തേക്ക് പോയി. അവർക്ക് നമ്മുടെ പാവപ്പെട്ടവർക്ക് ജീവിക്കാനാണ് അവർ കർഷകരും കർഷകത്തൊഴിലും എന്ത് കഷ്ടപ്പെട്ടാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചത്. അങ്ങിതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ്. അതായത് ഒരു വിഭാഗം ഇവിടെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുമ്പോൾ ഇവിടെ ആ പണം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. മറുവശത്ത് അങ്ങനെയല്ല, മറുവശത്ത് അത് പുറത്തേക്കാണ് പോകുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, അങ്ങ് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം രാജഭരണകാലത്ത് ഈ സമ്പത്ത് എന്ന് പറഞ്ഞ രാജാവിന്റെ കിങ്കന്മാർ ഉൾപ്പെടുന്നതായ ഒരു അങ്ങക്ക് ഇത് മനസ്സിലാകാത്ത ഞാനൊരു കാര്യം അങ്ങക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു വീട്ടിനകത്ത് 10 പേരുണ്ട്. അതിൽ ഒരാൾ 10 പേരുടെയും പൈസ എടുത്ത് കയ്യിൽ വെക്കുന്നു. ഒരു ദിവസം ആ വീട് തുല്യമായത് വീതിക്കാൻ തീരുമാനിക്കുമ്പം അത് തിരിച്ചു പോകുന്നു. പക്ഷേ അതെടുത്ത് ഒരു കള്ളൻ അതെടുത്ത് പുറത്തേക്ക് പോയി, പിന്നെ അതൊരിക്കലും അവിടേക്ക് തിരിച്ചു വരുന്നില്ല. ഇത് തമ്മിൽ വ്യത്യാസമില്ലേ? അതെ, അത് ബ്രിട്ടീഷുകാരും കേരളത്തിലും അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അന്ന് നമ്മുടെ ജനങ്ങളെ സഹായിക്കാൻ രാജാക്കന്മാർക്ക് നമ്മുടെ ഇവിടുത്തതായ മ്ലേച്ഛവൽക്കരിക്കപ്പെട്ടതായ ഞാനിപ്പോ അത് രാജാക്കന്മാർ സഹായിച്ച രാജാവിന്റെ സ്തുതിപാഠകനല്ല ഞാൻ പറഞ്ഞത്. ആ ബ്രിട്ടീഷ് നയങ്ങൾ അവിടുത്തെ ജനങ്ങളെ അതിഭീകരമായ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അങ്ങ് തന്നെ വെറുതെ ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി, ബംഗാൾ ഫാമിൻ. അതുപോലെ ഫാമിൻ എന്ന് എങ്ങനെയാണ് ഫാമിൻ ഉണ്ടാകുന്നത്? ആ ക്ഷാമം, ബംഗാൾ ക്ഷാമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ക്ഷാമം ഉണ്ടാകുന്നതിന്റെയൊക്കെ 100 ഇരട്ടി വ്യാപ്തിയാണ്. അത് കണ്ട് ബ്രിട്ടീഷുകാർക്ക് തന്നെ ചില ആളുകൾക്ക് തന്നെ ആകെ ദുഃഖം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സമ്പാദ്യം ലോകമഹായുദ്ധത്തിന് വേണ്ടി മാറ്റി. അത് രണ്ടും ഞാൻ പറയുന്നത് അവിടുത്തെ മനുഷ്യർക്ക് അങ്ങനെ. അപ്പൊ ഇത് ഈ മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ ഇനി BJPക്ക് കഴിയുമോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതെ, യെസ്. അതായത് നിലവിലെ അവർ ന്യൂനപക്ഷ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾ എത്രത്തോളം BJPക്ക് അനുകൂലമായി നിൽക്കുമോ എന്നുള്ളത് അത് നമ്മൾ കണ്ടറിയാം. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നവർ ഉറച്ചൊക്കെ അവർക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് വോട്ട് കൊടുത്ത് അവർക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് സഭാ കേന്ദ്രങ്ങളും അത് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മൾ പറയുകയാണെങ്കിൽ BJP എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം പിടിച്ചു പറ്റുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്കോ ഒന്നും അവർ ചെയ്യത്തില്ല. അതെ, ആത്മാർത്ഥതയില്ല. മാത്രമല്ല വടക്കേയും നമുക്കറിയാം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കന്യാസ്ത്രീകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയും ഈ അടുത്ത സമയത്തും ഈ കഴിഞ്ഞ ആഴ്ചയും നടക്കുകയില്ലയോ. അവര് നമ്മളിങ്ങനെ വോട്ട് പിടിച്ച് അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി മാത്രം ഒരു കവചമായിട്ട് ഈ പറഞ്ഞ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം നിർത്തുക, അധികാരം പിടിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ അവരെ യാതൊരു ലജ്ജയിൽ അവർ തട്ടിക്കളയുക. ഈ ഒരു മനോഭാവമാണ് അവർക്കുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബിൽ ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തർക്കത്തിനിടയിൽ അതൊക്കെ വിട്ടുപോയി. അപ്പോൾ നമസ്കാരം മനു എന്ന് ഷിജു വന്നിട്ടുണ്ട്, ജയകുമാർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ബീഫ് കൊണ്ട് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ഗൗതം പറയുന്നു ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റണ്ടാണ് എന്ന് ഗൗതം പറയുന്നു. ഓക്കെ. അപ്പോൾ നിരവധി പേർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ജമ്പി പ്രദീപ് കുമാർ പറയുന്നു, പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ ഉണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ജമ്പ് ചെയ്ത് പോകുന്നു. മനു ഇസ് എ സംഗി എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ശരി. അപ്പോൾ നാളെ മാറ്റി പറയാതിരുന്നാൽ മതി. അപ്പോൾ ശ്രീനിവാസ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരാൻ. ശ്രീനിവാസ്, ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീനിവാസ് കേൾക്കാമോ? എനിക്ക് തോന്നുന്നത് ടെലിഫോൺ ലൈനിൽ എന്തോ പോയിട്ടുണ്ട്. അപ്പോൾ ഇടയം മുരളി, ശ്രീ ഇടയം മുരളി, നമസ്കാരം. അപ്പോൾ നിങ്ങളെ സമരമൊക്കെ വിജയിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ കർഷകരുടെ നെല്ലേറ്റെടുക്കാനൊക്കെ മില്ലുകളുമായൊക്കെ ഒരു ധാരണയായി സർക്കാർ എന്നൊക്കെയുള്ള വാർത്തകൾ ഞാൻ കണ്ടു. ഇടയം മുരളിക്ക് സമാധാനമായോ? ജനതാദളിന്റെ പാലക്കാട് നടന്ന ഉപരോധ സമരം വിജയമായിരുന്നു. സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ നടപടികളുമായിട്ടൊക്കെ പോവാണ് സർക്കാർ ഇപ്പോൾ. പക്ഷെ അങ്ങോട്ട് പോയില്ല, വീട്ടിലിരുന്നാണ്. അല്ല, പാലക്കാട് നമുക്ക് ഇഷ്ടം പോലെ നാഷണൽ ജനതാദൾ സോഷ്യലിസ്റ്റ് പ്രവർത്തകരുണ്ട്. എന്നാലും ഒരു നാഷണൽ ജനതാദളിന്റെ നേതാവ് ഇതുപോലെ ഒരു വലിയ സമരം നടക്കുമ്പോൾ, കർഷകരുടെ പ്രശ്നത്തിന് സമരം നടക്കുമ്പോൾ അങ്ങോട്ട് അത് പറയുമ്പോ ഞാന് ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ സുരക്ഷാ ചുമതല കൂടി ഉണ്ട് എനിക്ക്. അതെയോ? അതുകൊണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് ദൂരോട്ട് പോയിട്ട് ഇവിടെ തിരിച്ചു വരാൻ ഒക്കത്തില്ല. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് പോവാം. അപ്പോ ദേശീയ തലത്തിൽ BJPയുടെ ബാറ്ററി തീർന്ന സാഹചര്യമാണ്. അവരുടെ ബാറ്ററി തീർന്നു. കാരണം BJPയുടെ ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എത്രയോ മുഖ്യമന്ത്രിമാർ അവരുടേതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഉള്ള ബാറ്ററിയേ ഉള്ളു. അതൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അവര് ഇപ്പൊ നീതീഷ് കുമാറിനെ ഒപ്പം കൂട്ടി ചെലവും കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് കേന്ദ്രത്തിൽ BJPയുടെ മോദി സർക്കാർ നിലനിൽക്കുന്നത്. അത് സാറിന് അറിയാമല്ലോ.
എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നവർ? അവിടെ നിതീഷ് കുമാർ എന്ന ജനതാദളുകാരനെ ഇപ്പൊ ഒരു മുന്നണിയായിട്ടല്ലേ അവർ മത്സരിച്ചത്, അപ്പൊ മുന്നണിയായിട്ടല്ലേ അധികാരത്തിൽ നിൽക്കുക? അല്ല, എത്രയോ കാലമായിട്ട് ജനതാദളിൽ നിന്ന് ജനതാദൾ വിഭാഗത്തിൽ നിന്ന് ആളെ അടത്തി മാറ്റിയല്ലയോ ഇപ്പോ കൊണ്ടിരുത്തി ദേശീയ ഒരു ഗവൺമെന്റിനെ നിലനിർത്തുന്നേ. അതൊരു തന്ത്രം. പിന്നെ BJPയുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു വർഗീയത തന്നെയാണ്. അതിന് ഞാൻ സാറിന് പറയാനുള്ള അവസരം തരണം. പിന്നെ ഈ ഹിന്ദു അങ്ങനെ അല്ല എന്ന് അവർ സമർത്ഥിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, BJPയുടെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ഹിന്ദു ദൈവങ്ങളുടെ പടങ്ങൾ നീക്കം ചെയ്യട്ടെ. എന്നിട്ട് അവർ രണ്ടാമത് ചെയ്യേണ്ടത്, പിന്നെ 89 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് സർക്കാർ നടപ്പിലാക്കിയപ്പോൾ ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ എതിർത്ത് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തെറ്റായിപ്പോയെന്ന് BJP പറയട്ടെ. എന്താ അങ്ങ് പറയുന്നതെന്ന് എനിക്കിത് മനസ്സിലാവുന്നില്ല. 89 VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷനെ എതിർത്തുന്നോ? BJP എതിർത്തുന്നോ? BJP പിന്നെ എതിർത്തല്ലോ. രാജ്യത്തൊട്ടാകെ പിന്നെ രഥയാത്ര നടത്തി ക്രമസമാധാനങ്ങൾ വഷളാക്കിയ സർക്കാരിനെ അട്ടിമറിച്ചത്. അത് അയോധ്യയുമായി ബന്ധപ്പെട്ടല്ലേ സർക്കാർ വീണത്? അയോധ്യ അത് തന്നെ. അയോധ്യയുടെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നല്ലോ. VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയപ്പോഴാണ് ആ പ്രശ്നം സൃഷ്ടിച്ചത്. LK അദ്വാനി രഥമുയർത്തുകയും പിന്നെ ബീഹാറിൽ ചെന്നപ്പോൾ ലല്ലു പ്രസാദ് യാദവ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞുവിടുകയും ചെയ്ത്. അപ്പൊ അത് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അപ്പൊ BJPയുടെ വർഗീയ അജണ്ട ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ കേരളത്തിൽ അവരിപ്പോ ചില തന്ത്രങ്ങൾ എങ്ങനെയാണ് 2014-ലും 2019-ലും ഒക്കെ പിന്നെ ഈ ബോധ്യപ്പെട്ട ആളുകൾ പിന്നെ അധികാരത്തിൽ വന്നത്? അപ്പൊ ഞാൻ അതിന് മറുപടി പറയാം. ഏതൊരു പ്രസ്ഥാനത്തിനും ഇന്ത്യൻ ജനത ഒരു അവസരം കൊടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഈ 3 അവസരങ്ങൾ കൊടുത്തത്, കഴിഞ്ഞു, ഇനി അവസരം ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത്. ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ സാറിന്റെ അടുത്ത് പറഞ്ഞത്, BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബാറ്ററി തീർന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ അന്ന് ശ്രീ ഇടയം മുരളിയൊക്കെ 89-ൽ BJP കൂടി പങ്കെടുക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗമായിരുന്നു അല്ലേ? 89-ൽ അന്ന് അങ്ങനെ എഴുതെങ്കിലും അന്നത്തെ അവർക്കുള്ള നിലപാട് വേറെ പറഞ്ഞാണ് അവര് വളരാൻ വേണ്ടി ജനതാദളിനെ തോളി കൈയിട്ട് നടന്നതിന്റെ പേരിലാണ് അന്ന് ആ ഒരു സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, അവരുടെ ചരിത്രത്തിൽ തന്നെ, അതായത് 77-ൽ മൊറാർജി ദേശായി മന്ത്രിസഭയില് വിദേശകാര്യമന്ത്രിയായിട്ടിരിക്കുന്ന വാജ്പേയി അന്നൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ ജനസംഘമായിട്ട് കാവിക്കൊടിയുടെ കീഴിൽ പ്രത്യേകം ബ്ലോക്കായിട്ടിരിക്കുമെന്ന്. അപ്പൊ മൊറാർജി ദേശായി പറഞ്ഞത് ഇന്ത്യൻ ജനത മറന്നിട്ടില്ല. വേറെ പോലെ വഴിയിൽ നോക്ക്, അത് ജനതാ പാർട്ടിക്കാണ് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിലുണ്ടായത്. പക്ഷേ ആ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ഹിന്ദു ജനതാ പാർട്ടി എന്നുള്ള ഒരു തത്വത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. മറ്റ് ഹിന്ദുക്കളല്ലാതെ അതിനകത്ത് മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ ഇല്ല. അത് ഇന്ത്യൻ ജനതയ്ക്ക് നല്ലവണ്ണം അറിയാം. അത് അങ്ങനെ അല്ലെന്നൊരു ചെറിയ മാറ്റം വരുത്തുന്നുണ്ടെന്നും കാണിക്കാനാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വന്നിട്ട് മുസ്ലിം കോൺക്ലേവും ക്രിസ്ത്യൻ കോൺക്ലേവും ഒന്ന് നടത്തിയാൽ BJPയുടെ ഒരു പൊതു സ്വഭാവം മാറത്തില്ല. അതിനൊരു ചൊല്ലും തന്നെ ഉണ്ടല്ലോ, കാരസ്ഥാനത്തിൽ ഒരു വാലിലിട്ടാൽ കാലാന്തരെ കെട്ടു ശമിപ്പതുണ്ടോ, ഇങ്ങനൊരു ചൊല്ലില്ലോ സാറേ. ഈ BJP എത്ര വാടിക്കൊണ്ടിട്ടാലും അവർക്കുള്ള അടിസ്ഥാനപരമായ കയ്പ്, കാഞ്ഞിരത്തിന്റെ വർഗീയതയുടെ കയ്പ് മാറത്തില്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് സാറ് എപ്പോഴും ഓർമ്മയിലിരിക്കുന്നത് സാറിനെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടത്. അതുകൊണ്ട് BJPയുടെ ആ തന്ത്രങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവില്ലെന്ന് പറയാനാണ് നാഷണൽ ജനതാദളിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറയുന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അതുകൊണ്ടാണ് നാഷണൽ ജനതാദൾ എന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ കൃത്യമാണ്. അപ്പൊ ഇതേ മുരളി ഒരു നല്ല പ്രാസംഗികനും കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി ഇല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. രാഷ്ട്രീയമായി ചിലപ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുമായിട്ടുണ്ടാവുമെങ്കിലും ആ ശൈലി ചിലത് ഭയങ്കര രസകരമാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്ന് പ്രവീൺ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. ചില പ്രേക്ഷകരുടെ പ്രതികരണം വരുമ്പോൾ ഒരാൾ പറയുന്നത് BJPക്ക് 3 പ്രാവശ്യമല്ല ഇനിയും അവസരങ്ങൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിയോവ പറയുന്നത് എനിക്ക് ചരിത്രം അറിയില്ലെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര രസകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, എനിക്ക് ചരിത്രം അറിയില്ല എന്ന് പറയുന്നത്. ഞാൻ ചരിത്രം ഐച്ഛിക വിഷയമായി എടുത്ത്
പഠിച്ച ഒരാളാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സോഷ്യൽ സയൻസ്, അതായത് സാമൂഹിക ശാസ്ത്രം പഠിപ്പിക്കുന്ന സർവകലാശാലയെ അറിയപ്പെട്ടിരുന്നത് JNU ആണ്. അവിടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് വളരെ പ്രശസ്തരായ അധ്യാപകരെ കൊണ്ട് നിറഞ്ഞ ഒരു കേന്ദ്രമായിരുന്നു. ആ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ ഏറ്റവും മികച്ച ചരിത്ര കേന്ദ്രം എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ആയിരുന്നു. റോമിള താപ്പറും KN പണിക്കറും അതുപോലെയുള്ള പ്രഗത്ഭരായ ചരിത്രകാരന്മാരുടെ, ആദിത്യ മുഖർജി, മൃദുല മുഖർജി, അങ്ങനെ ചരിത്രകാരന്മാരുടെ ഒരു നീണ്ട നിര മാത്രമുണ്ടായിരുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് ചരിത്രം പഠിച്ചിറങ്ങാനുള്ള ഒരു സുവർണാവസരം എനിക്ക് ലഭിച്ചു. പക്ഷേ ജിയോ പറയുന്നത് എനിക്ക് ചരിത്രം അറിയില്ല എന്നാണ്. ഓക്കെ ജിയോവ, അപ്പോൾ ജിയോവയ്ക്ക് എന്നേക്കാൾ ചരിത്രം അറിയാം എന്നറിഞ്ഞതിൽ സന്തോഷം. റഷീദ് കൊയിലാണ്ടി വരുന്നു എന്നോടൊപ്പം. ശ്രീ റഷീദ് കൊയിലാണ്ടി, ശ്രീ റഷീദ് കൊയിലാണ്ടിക്ക് ശേഷം ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയും കൂടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറയാൻ പോകുന്നതിന് മറുപടി എനിക്ക് തോന്നുന്നത് മിക്കവാറും കൃഷ്ണൻകുട്ടി മണിമല പറയുമായിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായിരിക്കും. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ BJPക്ക് കിട്ടും എന്ന് അങ്ങ് ഒരിക്കലും പ്രതീക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് UDF പിന്തുണയ്ക്കുന്ന ആളാണ്. അങ്ങനെയെങ്കിൽ അത് UDFന് കിട്ടും എന്നാണോ കരുതേണ്ടത് ശ്രീ റഷീദ് കൊയിലാണ്ടി? ഏതായാലും BJP മുസ്ലിങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി, അവരുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം അതാണല്ലോ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പദ്ധതി. ആ പദ്ധതി എത്രമാത്രം വിശ്വസിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എനിക്ക് ആദ്യം ചോദിക്കാറ്. കാരണം എന്താ വെച്ചാൽ BJPയെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് എതിരേൽക്കുക? നമുക്ക് മുന്നിൽ നിൽക്കുന്ന പാഠങ്ങളുണ്ടല്ലോ. ഗുജറാത്ത് വംശഹത്യ നടത്തി, അന്ന് ആരായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി അറിയാലോ, അവിടുത്തെ ആഭ്യന്തര മന്ത്രി ആരായിരുന്നു എന്നും അറിയാം. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയേണ്ടതല്ലേ? മറുപടി പറഞ്ഞേ മതിയാവുമല്ലോ. അപ്പൊ ഇതിനൊക്കെ അവർ മറുപടി കണ്ടുകൊണ്ടാണോ ഇവരിലേക്ക് ഇറങ്ങുന്നത്? ഇപ്പോൾ UPയിൽ യോഗി ആദിത്യനാഥ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് അങ്ങ് കോൺഗ്രസിനെതിരെ വലിയൊരു ആരോപണം വരുന്നത്, ഇങ്ങനെയൊക്കെ പല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ കോൺഗ്രസ് പിന്നീട് 2004 തൊട്ട് അധികാരത്തിലുണ്ടായിരുന്നല്ലോ. UPA സർക്കാരായി വലിയ പിന്തുണയോടുകൂടി അധികാരത്തിൽ ഉണ്ടാകുമ്പോഴും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശനമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നൊരു ആക്ഷേപത്തെ എങ്ങനെയാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി മറികടക്കുന്നത്? ഒന്നുകൂടി ആവർത്തിക്കുക. അല്ല, അങ്ങ് പറഞ്ഞല്ലോ ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ പിന്നീട് നമ്മൾ 2004 തൊട്ട് കാണുന്നത് UPA സർക്കാരിന്റെ ഭരണമാണല്ലോ. കർശനമായൊരു നടപടി അത് അന്വേഷണത്തിലോ കാര്യങ്ങളിലോ ഒക്കെ ഉണ്ടായോ ശ്രീ റഷീദ് കൊയിലാണ്ടി? കോടതിയിൽ അതിന്റെ രീതിയിൽ എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ എന്ന് നമ്മളൊക്കെ വായിച്ചും ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ. അല്ല, പക്ഷെ അന്ന് UPA സർക്കാർ ആയിരുന്നല്ലോ. അന്ന് സംസ്ഥാനങ്ങളിലെ ഭരണത്തിന്റെ എടുത്തുചാടി നമുക്ക് കേന്ദ്രത്തിന് ഇടപെടാൻ കഴിയാത്തൊരു ഇന്ന് കഥ മാറിയിട്ടുണ്ട്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ചില സംഗതികളുണ്ടല്ലോ, ആ സംഗതികളിലൊക്കെയാണ് അന്ന് ഈ അവസാന കോടതി പോലും അവരെ ഒഴിവാക്കിയത്. ആ രീതിയിലല്ലേ. ഇപ്പൊ എന്താണ് UPയിലെ അവസ്ഥ? ഇറച്ചി കൊണ്ടുപോയിക്കൂടാ മുസ്ലിങ്ങൾക്ക്, ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകൂടാ, കഴിച്ചുകൂടാ. അന്നേരം ആക്രമിച്ച് കൊല്ലുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം BJP ഭരിക്കുന്നിടത്താ ഉള്ളത്. അല്ല, പക്ഷെ ബീഫ് നിരോധനമല്ലേ, പക്ഷെ ഇതൊക്കെ കോൺഗ്രസ് അല്ലേ ആദ്യം അവിടെ അനുഭവിക്കുന്ന യാതനകളൊക്കെ നമ്മൾ വിചാരിച്ച് നമ്മൾ അവിടെ ക്രിസ്ത്യൻ മിഷനുമാരെ പോയിട്ട് കേരളത്തിൽ നിന്ന് പോയ ആളുകൾക്കുള്ള അനുഭവം എന്താ? അല്ല, പക്ഷെ റഷീദ് കൊയിലാണ്ടി ഈ ബീഫ് നിരോധനമൊക്കെ കോൺഗ്രസിന്റെ അജണ്ടയും കൂടി ആയിരുന്നില്ലേ? ബീഫ് മാത്രല്ല പറയുന്നത്, ഇത് ആ മാട്ടിറച്ചി പോലും സൂക്ഷിച്ചുകൂടാ. മാട്ടിറച്ചി കഴിക്കാൻ പറ്റും. രീതിയിലൊക്കെ ആ രീതിയില്ല. ഇവിടത്തെ സുരേന്ദ്രന്റെ വർത്തമാനം എന്താണ്? സുരേന്ദ്രൻ മാധ്യമങ്ങളോട് മുസ്ലിം വിരോധമല്ലേ പറയുന്നത്? ഗോപാലകൃഷ്ണൻ അഡ്വക്കറ്റാണ് പോലും അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പോലും ദഹിക്കാൻ കഴിയും, നിങ്ങൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? അതേപോലെ അത്യാവശ്യം ശ്രീധരൻ പിള്ളയെ പോലെ, അതേപോലെ പത്മനാഭനെ പോലെ കുറച്ച് ആളുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ 80% ആളുകൾ മുസ്ലിം വിരോധമാണ് പറയുന്നത്. ആ മുസ്ലിം വിരോധം പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇവർക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക?
കഴിയോ? ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഘടിത ഒരു മുസ്ലിം സംഘടനയുണ്ട്, ന്യൂനപക്ഷ സംഘടനയുണ്ട്. ഉത്തരേന്ത്യയിൽ അതില്ലാതെ പോയതാണ്. ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഈ യാതനകൾക്കൊക്കെ പ്രധാന കാരണം കേരളത്തിൽ എന്തുകൊണ്ട് ഈ BJP വളരുന്നില്ല? എന്തുകൊണ്ട് വളരുന്നില്ല? ന്യൂനപക്ഷങ്ങളിൽ മറ്റൊരു സമൂഹത്തിന്റെയോ സമുദായത്തിന്റെയോ ഒരു അവകാശങ്ങൾ ഈ ഭരണത്തിലൊക്കെ ഒന്നായിട്ട് ഒരു തലനാരി അവകാശങ്ങൾ എവിടെയെങ്കിലും അണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത്രമാത്രം സുശക്തമാണ് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ. ആ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഈ കള്ളപ്രചരണം നടത്തി കയറിക്കൂടാമെന്ന് വ്യാമോഹം മാത്രമാണ്. അത് വ്യാമോഹം മാത്രമാണ്. അതിവിടെ നടക്കില്ല. കൊണ്ട് നടക്കുന്ന ആളുകൾ വർഗീയ മാത്രമല്ല അവർ കൊണ്ട് നടക്കുന്നുള്ളൂ. വർഗീയതയിൽ നിന്ന് അവർ മാറട്ടെ. മാറിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരട്ടെ. ഒരു വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. കൃത്യമാണ്. സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് സ്ഥിരമായി സംസാരിക്കാമല്ലോ. അപ്പോൾ കൃഷ്ണൻകുട്ടിയും ദീപു എന്നോടൊപ്പം രണ്ടുപേരും ഉണ്ട്. അപ്പോൾ കൃഷ്ണൻകുട്ടി അങ്ങക്ക് എത്ര ചുരുക്കാൻ പറ്റും അത്ര സമയം ദീപുവിന് കിട്ടും. അതുകൊണ്ട് അങ്ങ് രണ്ടുപേർക്കും കൂടി പറയാവുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തീർത്ത് നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ദീപു പറയാനുള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ദീപു ദീപു കൂടുതൽ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ഏതായാലും ഇപ്പൊ ലൈൻ കിട്ടിയതുകൊണ്ട് ഞാനും പറയാം. നമ്മുടെ നമ്മുടെ പഴയ സിനിമ ഗോഡ് ഫാദറിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, എൻ പിള്ള പറയുന്നത്, എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടതെന്ന് ചോദിക്കുന്ന ചോദ്യം പോലെ നമ്മൾ എന്തൊക്കെയാണ് മറക്കേണ്ടത്? എത്ര ആയിരം മുസ്ലിങ്ങളെയാണ് ഗുജറാത്തിൽ കൊന്നു തള്ളിയത്? ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞത് നമുക്കറിയാമല്ലോ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങള്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ശശികല ടീച്ചർ പ്രസംഗിക്കാറില്ലേ? ആ പ്രസംഗം ഒന്ന് കേട്ടാ പോരെ ഇവർക്ക് മുസ്ലിം സ്നേഹം എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവര് പറയുന്നു കാവി നിറം പരസ്യമായി ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തീട്ടൂരം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തതായിട്ട് അറിയുന്നേ. എന്തിനാ കൊടുത്തിരിക്കുന്നത്? അതായത് ആട്ടിൻതോലണിയാണ് ചെന്നായ, അതാണ് കാവി ഇപ്പൊ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ വേറൊരു തോലിടുന്നു, ആട്ടിൻതോലിടുന്നു, എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ സ്ഥലം മണിമലയാണെന്നറിയാമല്ലോ. മണിമലയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. എരുമേലി കേട്ടിട്ടുണ്ടോ? എരുമേലി എന്ന് പറഞ്ഞാല് ശബരിമലയ്ക്കുള്ള കവാടമാണ്, ഗേറ്റ് ഓഫ് ശബരിമലയാണ്. അത് തന്നെ എരുമേലിയിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ടല്ലോ, ബാബർ പള്ളി. അത് വേണ്ടെന്നും അതല്ല അവിടുത്തെ അയ്യപ്പന്റെ ഫ്രണ്ടെന്നും, അയ്യപ്പന്റെ ഫ്രണ്ട് ബാബുരനാണെന്നും ഇപ്പൊ എന്തിനാ പറയുന്നത്? ബാബുരൻ എന്നുള്ള അതിന്റെ പേരിൽ എരുമേലിൽ ഒരു അമ്പലം പണിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തോ ഹൈക്കോടതിയിൽ എന്തോ ഒരു കേസ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നടക്കാത്തത്. അല്ലെങ്കിൽ അവിടുത്തെ എരുമേലിയിലെ ഞങ്ങൾ ഇവിടുന്ന് 16 കിലോമീറ്ററേ ഉള്ളൂ, വളരെ അടുത്താണ്. ആ ബാബുര് പള്ളി മാറ്റിയിട്ട് അതിന്റെ ബാബുര ക്ഷേത്രത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? സപ്പോർട്ട് ചെയ്യുന്ന ഇവരല്ലേ. അതിന്റെ കൂടെ തന്നെ പറയുന്നു വാവർ നട എന്നുള്ള സംഭവം ശബരിമലയിൽ വേണ്ട എന്ന അഭിപ്രായമല്ലേ ഇവർക്കുള്ളത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാ? ക്രിസ്മസ് സ്റ്റാർ തൂക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരും മകരനക്ഷത്രം മതി എന്ന് പറഞ്ഞവരും ഒക്കെയാണ് ഇവര്. ഇവർക്കിങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോ അവർക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സേവം വരും. വിചാരധാര കേട്ടിട്ടുണ്ടോ? വിചാരധാര. അതിലെ ആഭ്യന്തര ശത്രുക്കളുടെ പേരെന്തൊക്കെയാ? ശത്രു നമ്പർ 1 മുസ്ലിം, ശത്രു നമ്പർ 2 ക്രിസ്ത്യൻ, ശത്രു നമ്പർ 3 കമ്മ്യൂണിസ്റ്റ്. ഇതൊക്കെ ഇവര് മാറ്റിയോ? അപ്പൊ ചെന്നായ എത്ര ആട്ടിൻതോൽ അണിഞ്ഞാലും അവരുടെ നിറങ്ങളൊന്നും പോകത്തില്ല. കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാകും, ഉത്തരേന്ത്യക്കാര് പതുക്കെ മനസ്സിലാക്കും. ജയ ശ്രീരാം വിളിച്ച് കൊല്ലുന്ന പരിപാടിയൊക്കെയാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ദീപു പറയട്ടെ ബാക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദീപു, സമയം അവസാനിക്കാറായതുകൊണ്ടാണ് ഞാൻ ഈ രാവിലെ വെള്ളം കോരി അവസാനം ഇരുന്നിട്ട് എനിക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇനി പോട്ടെ. എന്താ വെച്ചാല് മനു, സത്യത്തില് മനുവിന്റെ ഇത്രയും ചരിത്രബോധം ഉള്ള ഒരു മനു എങ്ങനെ ഇത് ഇത്രയും നേരം ചിരിക്കാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതുപോലെ BJP ഒരു സാധനം പറഞ്ഞാൽ ചരിത്രബോധമുള്ള മനു ഇത് ചിരിക്കാതെ ഇങ്ങനെ പിടിച്ച് ഈ 1 മണിക്കൂർ ഈ പരിപാടിയെ കൊണ്ടുപോയി എന്നുള്ളത്, മനു നിങ്ങളാണ് ബിഗ് ബോസിന്റെ ബോട്ടത്താരം. ഇങ്ങനെ ഒരു നടൻ, ഞാൻ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് പലതവണയായി. ഇങ്ങനെ ഒരു നടൻ, ഒരു മികച്ച നടനാണ് മനു. അത് പ്രവീണയിൽ നിന്നൊരു അവാർഡ് പിന്നെ മനുവിന് വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പറയാം പ്രവീണയോട്. എനിക്കറിയില്ല, റിക്വസ്റ്റ് ചെയ്യാണ്. ഇത്രയും നന്നായിട്ട് ഈ 1 മണിക്കൂർ കൊണ്ടുപോയത്, അതായത് ചിരിക്കാതെ അതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതിന് പലതരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോണ്ടേ. മനു എന്താണ് ഈ പറയുന്നത്? നേരത്തെ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞല്ലോ, അതിനപ്പുറം വേറെ പറയില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ റഷീദ് കൊയിലാണ്ടിയൊക്കെ വന്നിട്ട്
വലിയ രീതിയിൽ BJP ഒക്കെ കുറ്റം പറഞ്ഞു. ഈ റഷീദ് കൊയിലാണ്ടിയൊക്കെ ആലോചിക്കണം, ഈ ബാബറി മസ്ജിദ് തകർത്തപ്പം മുറി കയറിയിരുന്ന അടച്ചുപൂട്ടിയിരുന്ന ആളുടെ പേര് കോൺഗ്രസിന്റെ നരസിംഹ റാവു എന്നാണ്. അദ്ദേഹത്തെ പോലെ ഇവിടെ അത് കഴിഞ്ഞ് ഈ അമ്പലം പണിയാനായിട്ട് പോയപ്പം ഇഷ്ടിക കട്ടി കൊടുത്തത് ഈ റഷീദ് കൊയിലാണ്ടിയുടെ നേതാക്കളാണ്. അതുപോലെ റഷീദ് കൊയിലാണ്ടിയുടെ നേതാവായ പാണക്കാട് തങ്ങളാണ് പറഞ്ഞത് ഹിന്ദുക്കൾക്കൊരു ആഗ്രഹം, അതിങ്ങനെ കെട്ടട്ടെ, നമ്മൾ എന്തിനാ അതിന് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഇവരാണ് മുസ്ലിം സ്നേഹമായിട്ട് നടക്കുന്നത്. ഉളുപ്പ് എന്ന് പറയുന്ന സാധനം കുറച്ചൊക്കെ വേണം ഇവർക്ക്. ഈ BJPയോടൊപ്പം ചേർത്ത് കിട്ടാൻ പറ്റിയ സാധനമാണ്. ഈ കേരളം കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് മുസ്ലിം സ്നേഹം, എന്ത് ന്യൂനപക്ഷ സ്നേഹം ഉള്ളത് ഇവർക്ക്? എല്ലാം കണക്കന്നെ ഇവര്. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി അത് ആ ഒരു ഇടത് രീതി പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സൂര്യ എന്നോട് പറയുന്നത് സൂര്യക്ക് അവസരം കിട്ടില്ല. സൂര്യ വിഷമിക്കേണ്ട, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രമിക്കാം. ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഈ നമ്പർ ഒന്ന് തന്നാൽ നമുക്കത് പരിശോധിക്കാം. എന്താണ് സൂര്യക്ക് എന്താ കിട്ടാത്തതെന്നാണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട് സൂര്യ. അപ്പോൾ അങ്ങനെ പോകുന്നു. ഏതായാലും ദീപുവിനെ അനുമോദിക്കുന്നുണ്ട് നമ്മുടെ ഗൗതം. ദീപു വരണം പ്രതികരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രവീണ ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചു തരണമെന്ന് പറയുന്നത്. എൻ്റെ നോക്കാം, പ്രവീണയോട് ഞാൻ പറഞ്ഞു ഒരു ദിവസം നമ്മുടെ പൊതുവേദിയിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ. അപ്പോൾ പ്രവീണയ്ക്ക് ഭയങ്കര നാണം. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ പ്രേക്ഷകരോട് ഞാൻ ചോദിച്ചത് ന്യൂനപക്ഷ പിന്തുണ BJPക്ക് ലഭിക്കുമോ എന്നാണ്. അപ്പോൾ 40% ആളുകൾ പറയുന്നത് ലഭിക്കുമെന്നാണ് പറയുന്നത്. 60% ആളുകൾ പക്ഷേ വളരെ തറപ്പിച്ച് പറയുന്നു ആ സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ അപ്പോൾ പൊതുവേദി അപ്പോൾ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. നിരവധി പ്രേക്ഷകർ അവിടെ യൂട്യൂബിലൊക്കെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലതൊക്കെ നോക്കി വയ്ക്കാം, നാളെ മറ്റോ വായിക്കുന്ന സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും ഈ മുസ്ലിം ഔട്ട്റീച്ചുമായി BJP മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏത് തരത്തിൽ അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.